നിങ്ങൾ രണ്ടാളെയും ഇവിടെ സെക്യൂരിറ്റി ഓഫീസറായിട്ട് മേജർ സാർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഈ പുതിയ ടവറിനെ ബോംബിട്ട് നശിപ്പിക്കുമെന്നൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും കരുതലോടെ ഇരിക്കണം. ഡോണ്ട് വറി സാർ, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഞങ്ങളുടെ മുകളിൽ ഒരു പരുന്നും പറകില്ല സാറേ. ഗുഡ്, വെരി ഗുഡ്. ഐ ലൈക്ക് യു ഗൈസ്. നിങ്ങൾ രണ്ടുപേരും ടവറിന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്തെല്ലാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? വെറും വയറ്റിൽ എന്റെ ബുദ്ധി ഒരിക്കലും പ്രവർത്തിക്കില്ല സാറേ. പത്തിലു നീ പറ. സാറേ, ഞങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു ജോലിക്കാരുടെ വേഷത്തിൽ വേഷം മാറി നടന്നേക്കാം. ആരെങ്കിലും ബോംബ് വെക്കാൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അങ്ങ് പിടിച്ചേക്കാം. ഗുഡ്, വെരി ഗുഡ്. ഐ ലൈക്ക് യു. ബോംബ് വെക്കും ഞാൻ ടവറിന്. എന്നെ തടയാൻ ആരുണ്ട്? കൊള്ളാം ബോത്ത്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. എടാ കവിതയ്ക്ക് എന്താവനെ? കവിതയുടെ കാര്യം വിത്ത് എന്റെ കൂടെ വാതാ. ഓ, ഞാൻ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? എടാ കവിതയ്ക്ക് ഉണ്ടായവനെ, കവിതയുടെ കാര്യം വിട്ട് എന്റെ കൂടെ വരാൻ. ഒരു ബോംബ്, ഒരു പൊട്ടിത്തെറി, പണി കഴിഞ്ഞു. ഒന്ന് വേഗം ആട്ടെ, സിമന്റ് എടുത്ത് മാറ്റ, അല്ലെങ്കിൽ ബോംബ് പൊട്ടിത്തെറിക്കും. ഈ സിമന്റ് എല്ലാം എന്റെ ദേഹത്ത് എങ്ങനെയാണാവോ വീണത്? വാ, നമുക്ക് വേറൊരു ബോംബ് സെറ്റ് ചെയ്യാം. വാടേ. ഒരു ബോംബ്, ഒരു പൊട്ടിത്തെറി, പിന്നെ ടവറ്. അതെ, അതൊന്ന് പെട്ടെന്ന് കെട്ടിക്കേ. പെട്ടെന്ന് ചെയ്, സമയമില്ല. വേഗം പാടേ. ഈ ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് രക്ഷിക്ക്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയ്ക്കുണ്ടായവരെ, കവിതയുടെ കാര്യം വിട്ട് എന്നെ ഇവിടുന്ന് പുറത്തിറക്ക്. ഈ ബോംബ് പൊട്ടാറായി. എന്നെ ഒന്ന് അകത്തേക്ക് തള്ളിവിട്. എന്നാൽ എനിക്ക് ആ ബോംബിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രക്ഷപ്പെട്ടേ. ഇനി എന്നെ പുറത്തേക്ക് എടുക്ക്. വലിക്ക്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ആ ബോട്ട് പത്രം ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. കൊള്ളാം ബോസ്, കൊള്ളാം. കവിതയുടെ കാര്യമൊക്കെ വിട്. ആ ബോട്ട് പത്രം ഇവിടെ തന്നെയുണ്ട്. അവന്മാര് ഇവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും എന്റെ തലയിലേക്ക് വരും. നിങ്ങൾ പോയി അവന്മാരെ അന്വേഷിക്കുക. ആ സമയം കൊണ്ട് ഞാൻ ഈ ബോംബ് സെറ്റ് ചെയ്യാം. ചെല്ല്, വേഗം ചെല്ല്. വരൂ, നമുക്ക് മുകളിൽ പോയി നോക്കാം. ഇനി ആരെങ്കിലും മുകളിൽ ചെന്ന് ബോംബ് വെക്കുന്നുണ്ടെങ്കിലോ? വാ. ഒരു ബോംബ്, ഒരു പൊട്ടിത്തെറി, പിന്നെ ടവർ തീർന്നു. ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. വളരെ ശാന്തതയാണല്ലോ. ഈ ജോണായിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ.
എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ആരാ എന്നെ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നത്? എന്റെ മനസ്സ് പറയുന്നു ആ മോട്ടും പത്തിലും ഇവിടെ എവിടെയോ ഉണ്ട്. അതെ, ഒന്നിങ്ങോട്ട് വന്നേ. ആ പെട്ടെന്ന് നീ കട്ടയൊക്കെ എടുത്ത് എന്റെ കയ്യിലോട്ട് താ. ഞാൻ പെട്ടെന്ന് ഈ ഭിത്തി ഒന്ന് കെട്ടട്ടെ. വരൂ, നമുക്ക് അവരെ പോലെ കുറെ ഇഷ്ടികകൾ എടുത്ത് ചുമര് കെട്ടാം. ശരിയാണ്, ജോലി ചെയ്യണമെങ്കിൽ പിന്നെ നമ്മളെ ആർക്കും ഒരിക്കലും സംശയം തോന്നില്ല. ഒരു ബോംബ്, ഒരു പൊട്ടിത്തെറി, പിന്നെ ഈ ടവർ തീർത്തു. എന്നെ ഇതിൽ ആർക്കും തടയാനാവില്ല. ബോംബ് എവിടെ? പെട്ടെന്ന് കണ്ടുപിടിക്കും. ബോംബ് എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. ഇപ്പൊ കവിതയുടെ കാര്യം പറഞ്ഞാ നീ ഇടി മേടിക്കൂടെ? ആ ബോംബ് എവിടെയാണ്? അത് പൊട്ടാറായിരിക്കുക. ഓ, ഇമാരിത് എവിടെ പോയി? ഓഹോ, ഇനി പിന്നെയും പോയി അവിടെ കട്ട എടുത്തോണ്ട് വരണമല്ലോ. ഒരുത്തൻ അവിടെ വെച്ച് വീടൂ, ഒരുത്തൻ ഇവിടെ വെച്ച് വീടൂ, പിന്നെ ആരും വീടില്ലെങ്കിൽ നീയൊക്കെ വന്ന് വീഴുന്നു. ഇനി മേലാൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല കേട്ടോ. ആ മോട്ടും പത്തലും ഇവിടെ എവിടെയോ ഉണ്ട്. ബോംബൊക്കെ നമുക്ക് പിന്നെ വെക്കാം. ആദ്യം അവരെ പോയി കണ്ടുപിടിക്കണം. ചെന്ന് അന്വേഷിക്കേ. ഇനി ആരെങ്കിലും വന്ന് വീഴാൻ ബാക്കിയുണ്ടെങ്കിൽ എന്റെ നെഞ്ചത്തേക്ക് വന്ന് വീഴണേ. ഇവന്മാരെ കൊണ്ടൊക്കെ തോറ്റല്ലോ. സമാധാനത്തോടെ ഒരു ബോംബ് പോലും വെക്കാൻ പറ്റുന്നില്ല. എനിക്കറിയായിരുന്നു ഇവന്മാർ ഇവിടെ തന്നെ കാണുമെന്ന്. ഇനി ഇവരെ ആർക്കും രക്ഷിക്കാനാവില്ല. ഈ ബോംബ് കൊണ്ട് ഞാൻ ഇവന്മാരെ തകർത്ത് കളയും. ഒരു ബോംബ്, ഒരു പൊട്ടിത്തെറി, പിന്നെ അവന്മാര് തീർത്തു. പെയിന്റ് അടിക്കുന്നതിലുള്ള സുഖം മറ്റൊരു ജോലിയിലും കിട്ടില്ലെന്ന്. കണ്ടില്ലേ, ചുമര് എത്ര ഭംഗിയുള്ളതായിരിക്കുക. അടിപൊളിയായി. വരൂ, നമുക്ക് പോയിട്ട് കുറച്ച് സമൂസകൾ കഴിക്കാം. സമോസ കഴിക്കാനായി ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ഒന്നും ആയിട്ടില്ല. വാ, ടെറസിലേക്ക് പോകാം. വിടില്ല, ഞാൻ ഒരെണ്ണത്തിനെയും വിടില്ല. ഇവന്മാരെന്നെ നടുവൊടിച്ചു. ഇനി ഞാൻ ഇവന്മാരെ വിടില്ല. മുകളിലേക്ക് ചെല്ല്. ഈ ജോലിയും വളരെ നല്ല ജോലിയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സുഖം തോന്നുന്ന ജോലി കിട്ടുന്നത്. എന്ത് മാത്രം അടിപൊളിയാണെന്ന് നീ ഞങ്ങളോട് ചോദിക്ക്. നമ്പർ 1, നമ്പർ 2 അറ്റാക്ക്. ബോസ്, എങ്ങനെ അറ്റാക്ക് ചെയ്യാനാ? അവർ രണ്ടുപേരും നല്ല സ്ട്രോങ്. അവര് 2 പേരല്ലേ ഉള്ളൂ, നമ്മള് 3 പേരല്ലേ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? വന്ന കാര്യം നടക്കട്ടെ. ബോസ്, നമ്മൾ 3 2.5 ഉള്ളൂ. 1, ഇതൊന്ന്, പിന്നെ ബോസ് നിങ്ങൾ ആരാ? വരൂ, നമുക്ക് പോയിട്ട് കുറച്ച് സമൂസകൾ കഴിക്കാം.
ബോസ്, ഇതുവരെയായിട്ട് ബോംബ് വയ്ക്കാൻ വന്ന ഒരുത്തനും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെയാണ് ബോംബ് വെക്കാൻ വന്നവൻ നിൽക്കുന്നത്. നീ എന്നെ അത് വെക്കാൻ സമ്മതിക്കില്ലല്ലോ. നിന്നെ അത് ഞാൻ വെറുതെ വിടില്ലടാ, ഒരിക്കലും വിടില്ല. അല്ല, നീ ആദ്യം ഇത് പറ. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ ഞങ്ങൾ ഇങ്ങനെ ഓടിക്കുന്നത്? എടാ ജോണ്, നിനക്ക് വട്ടായോ? മോട്ടു പത്തിൽ നമ്മുടെ ടവറിനെ രക്ഷിച്ചിരിക്കുന്നു. ദേ ആർ ഗ്രേറ്റ്. മോട്ടു പത്തലു. എന്റെ വലിയേട്ടാ, എപ്പോ നോക്കിയാലും നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് കൊണ്ടാണല്ലോ ഇരിക്കുന്നത്. നല്ല കാലാവസ്ഥയാവുമ്പോ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരണ്ടേ? ഓയ് മോട്ടു, എന്റെ ചങ്കേ, നീ തൽക്കാലം ഇവിടെ നിന്ന് പോ. നീ മാനത്തൂടെ പോകുന്ന പണികൾ പോലും ഏണി വെച്ച് പിടിക്കുന്നവനല്ലേ? വലിയേട്ടാ, അങ്ങനെ പറയരുത്. മറ്റുള്ളവരെ സഹായിക്കുക എന്നത് എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, അല്ലേ പത്ലു? ആ മോട്ടു എപ്പോഴും മറ്റുള്ളവർക്ക് സഹായമേ ചെയ്യൂ. പക്ഷെ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും മോട്ടുവാണ് കാരണം എന്നുള്ളത് വേറൊരു സത്യം. സീതാറാം, നിങ്ങൾ പറയൂ, ഞാൻ അത്രയ്ക്ക് മോശമാണോ? പൊളിച്ചെടുത്തല്ലോ. ഞാനെന്ത് പറയാനാ? താൻ എവിടൊക്കെ വരുന്നുണ്ടോ അവിടൊക്കെ പ്രശ്നങ്ങൾ താനെ വന്നോളും. കള്ളമാണ് ഇത്, പച്ച കള്ളമാണ്. തെളിവ് സഹിതം കാണിക്കൂ, എങ്കിൽ ഞാൻ സമ്മതിക്കാം. ഈ മണം എവിടുന്നായി വരുന്നത്? മോട്ടു, നീ എന്തായി കാണിച്ചത്? ഓടിക്കോ, ഇതെല്ലാം പൊട്ടിത്തെറിക്കൂ. പൊട്ടിത്തെറിക്കൂ, ഇതിപ്പോ പൊട്ടിത്തെറിക്കൂ. അല്ല, ഈ വലിയേട്ടന് എന്തായി പറ്റിയത്? എന്തിനാ കിടന്നിങ്ങനെ ഓടുന്നത്? ഇനി ഇതിലും വലിയ തെളിവ് വല്ലതും വേണോ? മാറി നിക്ക്. ഈ പഴങ്ങൾ ഞങ്ങൾക്കുള്ളതാണ്. ചെല്ല് ചെല്ല്. എന്റെ ഈ പരീക്ഷണം എനിക്ക് നാളെ കൊണ്ടെങ്കിലും തീർക്കണം. നമ്മുടെ ഭാഗ്യവാ ആ മോട്ടുവും പത്തിലും ഇവിടെ ഇല്ലാത്തതും. പൊളിച്ചെടുത്തല്ലോ. നമ്മള് ഒരു ടെന്റ് അല്ലേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഈ രണ്ടാമത്തെ ടെന്റ് എവിടുന്നാ വന്നത്? എന്റെ രോഗികളാണെങ്കിൽ സത്യം, ടെന്റ് നമ്മൾ ഒരെണ്ണമല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ. ആരാ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? ദാ വന്നു. ഡോക്ടർ ജഡ്ക, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? ഈ ക്യാമ്പ് ഫയർ എപ്പോഴാ ഇവിടെ ഇട്ടത്? എന്തായാലും നന്നായി നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ നമുക്ക് ഒരുമിച്ച് പിക്നിക് ആഘോഷിക്കാം. ഞങ്ങളെ വെറുതെ വിടാൻ ഉദ്ദേശമൊന്നുമില്ലേ? നീ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോകോട്ടു. ഇത് ഞങ്ങളുടെ ക്യാമ്പ് ഫയറാ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വയം കത്തിക്കാം. കുഴപ്പമില്ല, ഞങ്ങളുടെ ക്യാമ്പ് ഫയർ ഞങ്ങൾ തന്നെ കത്തിച്ചോളാം. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുന്നത് ശരിയാണോ? വീട്ടിൽ വന്ന അതിഥികൾക്കും കൊടുക്കുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി. ഇതാ പിടിച്ചോ. തീപ്പെട്ടിയും ലൈറ്റർ ഒന്നും എടുത്തില്ലല്ലോ, പിന്നെ എങ്ങനെ തീയിടുക? ഞങ്ങളുടെ വിറക് തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്ക്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യ്. ഞങ്ങളുടെ അടുത്തത് ദൂരെ പോ. ഓ, ഇന്നാ നിങ്ങളുടെ വലിയൊരു വിറക് കൊള്ളി. ഇതുപോലെ ഒരു പിശുക്കനെ ഞാൻ കണ്ടിട്ടില്ല. ഈ വിറക് നമ്മുടെ ടേബിളിൽ വീട് കഴിഞ്ഞാൽ പിന്നെ പൊട്ടിത്തെറി ഉണ്ടാവും ചങ്ങ. ഞാനിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. അടിയിലാരാ? ആരുമില്ല. രക്ഷിക്കണേ. വരരുത്, വരരുത്. അടുത്ത് വന്ന കത്തിക്കും ഞാൻ.
രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, എന്റെ ചങ്കുകളെ, എന്നെ രക്ഷിക്കൂ. എനിക്കിപ്പോ ഡോക്ടർ ജഡ്കയെ ഓർമ്മ വരുന്നു. അങ്ങേരുടെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളെ പോലുള്ള കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതം കട്ടപ്പോക തന്നെയാ. അല്ല പിന്നെ ഗസീട്ട്, ഈ കയറങ്ങോട്ട് കെട്ട്. എനിക്ക് ഒരു തരത്തിലുള്ള ശല്യവും ഉണ്ടാവാൻ പാടില്ല. എനിക്ക് സമാധാനത്തോടെ പരീക്ഷണം ചെയ്യണം. എന്റെ വലിയേട്ട വല്ല സഹായം വേണേ പറഞ്ഞോളൂ, ഞങ്ങള് മേളില് വന്നോളാം. നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യ്. നീ താഴെ തന്നെ നിക്ക്. എന്റെ അടുത്തേക്ക് വരാനേ പാടില്ല. ഒരു പ്രാവശ്യം ഞങ്ങള് മുകളിലോട്ട് കൊണ്ടുപോകും വലിയേട്ടാ, ഒരു പ്രാവശ്യം. മുകളിലേക്ക് വരാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഞാൻ വെടിവെക്കും, ഉറപ്പാ. ഓക്കെ ഓക്കെ, ഞങ്ങള് വരുന്നില്ല. കൊള്ളാം കൊള്ളാം, ഇവിടെ എന്ത് നല്ല രസമാണ്. ഇവിടെ ക്യാമ്പ് ഫയറോടെ വെക്കുവാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ടാവും. താങ്ക് യു കൂട്ടുകാരെ. നമ്മളിപ്പോ ഇവിടെ ക്യാമ്പ് ഫയർ കത്തിച്ചിട്ട് ശരിക്കും ഒന്ന് ആഘോഷിച്ച് കളയാം. ഡിങ്കടിക്ക, ഡിങ്കടിക്ക, ഡിങ്കടിക്ക. എന്റെ വലിയേട്ടാ, മേലോട്ട് വാ. അവിടെ എന്താ നടക്കുന്നത് നോക്ക്. കുരങ്ങന്മാരുടെ ഡാൻസ് ഒന്ന് വന്ന് നോക്ക്. നീ ഇവിടെ വന്നു. മുകളില് ഈ കുരങ്ങന്മാരൊക്കെ ഇവിടെ എന്ത് ചെയ്യുവാണോ? അവര് ക്യാമ്പ് ഫയർ കത്തിച്ച് അവിടെ ആഘോഷിക്കുമല്ലേ. അവർക്ക് ഇനി എപ്പോ അവസരം കിട്ടാനാ ഇതുപോലെ? എന്ത് ബലൂണിന്റെ പുറത്ത് ക്യാമ്പ് ഫയറോ? വേണ്ടോ. നോക്കുന്നേ, എന്നെ എന്തിനാ അങ്ങനെ ഉപദ്രവിക്കുന്നത് ചങ്കേ? രക്ഷിക്കണേ. ഈ വലിയേട്ടൻ നമ്മളുടെ കൂടെ എന്താ നിൽക്കാത്തത്? ദൂരെ ദൂരെയാണല്ലോ പോയി നിൽക്കുന്നത്. നമ്മളൊക്കെ ഒരുമിച്ച് നിന്നാ ഒരാപത്തും നമ്മളുടെ അടുത്തേക്ക് പോലും വരില്ലല്ലോ. അതിന് ഏറ്റവും വലിയ ആപത്ത് താനല്ലേ. അതാണ് അയാൾ ഇവിടുന്ന് ദൂരെ പോയത്. ആരെങ്കിലും രക്ഷിക്കണേ, എന്നെ മുതലുകളിപ്പോ തിന്നുവേ. ആരെങ്കിലും രക്ഷിക്കണേ, വേഗം വരൂ. എന്റെ വലിയേട്ട, എത്ര നല്ല മുതലയാത്. വേഗം അതിനൊരു ഫോട്ടോ എടുത്തേ. നിങ്ങൾ അതിന്റെ അടുത്ത് ചെന്ന് അതിന് കയ്യും പിടിച്ചൊരു പോസുതാ. ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഓക്കേ, ഞാൻ ഇതിന്റെ കയ്യിലായിരിക്കില്ല, ഇതിന്റെ വയറ്റിലായിരിക്കും മിക്കവാറും എത്തിപ്പെടുക. എന്നെ ഒന്ന് പെട്ടെന്ന് സഹായിക്ക. ആ വിറകൊന്ന് എടുത്തു തരൂ. ആ കത്തുന്ന വിറകിങ് എടുത്തതാ. അത് കാണിച്ച് ഞാൻ ഇതിനെ പേടിപ്പിച്ചോളാം. ഓഹോ, ദൂരെ പോ, മാറ് മാറ്. ഇല്ലില്ല, ഇനി ഒരിക്കലും കത്തുന്ന വിറക് ഞാൻ ആർക്കും എറിഞ്ഞു തരില്ല. പൊളിച്ചെടുത്തല്ലോ. ആ വിറക് വേഗം എറിഞ്ഞു കൊടുക്കാൻ മോട്ടു. ആ മുതലകൾ ഇപ്പൊ തന്നെ ചടുക്കയുടെ അടുത്ത് എത്തും. കൂട്ടുകാരെ, നിങ്ങളോട് ഞാൻ വിട പറയുകയാണ്. എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണേ എന്റെ ദൈവമേ. മോട്ടു വേഗം എന്തെങ്കിലും ചെയ്യേ. ഇല്ല, ആദ്യം ഡോക്ടർ ജഡ്ക സോറി പറയട്ടെ, എങ്കിൽ ഞാൻ വിറകെടുക്കാം. ഓ സോറി 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 എന്റെ ചങ്കെ, ഒന്ന് പെട്ടെന്ന് രക്ഷിക്കോ വേഗം. മര്യാദക്ക് പോയിക്കോ. ഇപ്പൊ നിങ്ങളുടെ ഡിന്നറിന്റെ സമയം അല്ല. ഓ താങ്ക് യു മോട്ടു, താങ്ക് യു വെരി മച്ച്. ഈ കരിഞ്ഞ മണം എവിടുന്നാ വരുന്നത് ചങ്ക്? രക്ഷിക്കണേ. ഇന്ന് ഡോക്ടർ ജഡ്ക മോട്ടുവിനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇന്നത്തോടെ മോട്ടിന്റെ കാര്യം പോക്കാണ്. സോറി വലിയേട്ടാ, ഒരിക്കൽ കൂടി എനിക്ക് തെറ്റ് സംഭവിച്ചു നീ പോയി. ഒരു തവണയല്ല, വേണമെങ്കിൽ 100 തവണ തെറ്റ് ചെയ്തോ ചങ്കേ. നിന്നെ പോലെ ഒരു സുഹൃത്തിനെ കിട്ടാൻ ഭയങ്കര പാടാ. അതും കൂട്ടുകാർക്ക് വേണ്ടി നീ എന്തും ചെയ്യും.
ഡോക്ടർ ചട്ക, ഇന്ന് മോട്ടിനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ഉപദ്രവിക്കുന്നതിൽ ഒരു പരിധി ഉണ്ടല്ലോ. അല്ല പിന്നെ ഓ എന്റെ മോട്ടുവിനെ തൊട്ടാലുണ്ടല്ലോ നീ വിവരം അറിയും. മോട്ടു എന്റെ ചങ്ക, എന്നെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ജീവൻ പണയപ്പെടുത്തി വരെ വന്നവനാ. നിന്നെ ഒന്നും കണ്ടില്ലല്ലോ. മോട്ടു എന്റെ ചങ്കേ, എന്റെ ബ്രോ, വാ നമുക്ക് പിക്നിക് ആഘോഷിക്കാം. പരീക്ഷണങ്ങളോടൊക്കെ പോവാൻ പറയാം. പൊളിച്ചെടുത്തല്ലോ. ഈ ചട്കയ്ക്ക് ഇത് എന്താ പറ്റിയത്? ഏ, 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 ഏ.